എല്ലാ മാന്യപ്രേക്ഷകർക്കും A to Z എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ സാധാരണ സ്വർണം പണയം വയ്ക്കുക നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. നമ്മൾ സ്വർണം പണയം വയ്ക്കാൻ പോകുമ്പോൾ ബാങ്കുകാർ പല രീതികളും പല സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് റാസ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ണർ റനീഷ് കാര്യമറ്റമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മൾ ഗോൾഡ് പണയം വയ്ക്കുന്നത് എല്ലാവരുടെയും ഒരു സ്ഥിരം പരിപാടിയാണ്. നമ്മൾ ഗോൾഡ് പണയം വയ്ക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ബാങ്ക്, അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരും. കഴിവതും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് ഗോൾഡ് പണയം വയ്ക്കാനായിട്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഈ മേഖലയിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഈ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ. അത് NBFCകളായിക്കോട്ടെ, അതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ പേരിൽ നമ്മളറിയാതെ മുക്കുപണ്ടം അവരുടെ ബ്രാഞ്ചുകളിൽ വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ രേഖകൾ ഉപയോഗിച്ചുണ്ട്. നമ്മൾ ഒരിക്കൽ പണയം വെക്കാൻ ചെന്നാൽ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഓർഡറിലായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് സ്വർണം എടുത്താലും അവർക്ക് നമ്മുടെ പേരിൽ അവിടെ മുക്കുകൊണ്ടം കയറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മുക്കുകൊണ്ടം അങ്ങനെ പല സ്ഥാപനങ്ങളും കയറ്റിയിട്ട് ഈ മുക്കുകൊണ്ടത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് നമ്മുടെ സ്ഥാപനത്തിൽ പണം ഇരിക്കുന്നു വെക്കുക. നമ്മളതൊരു 1 ലക്ഷമായിട്ട് പെരുപ്പിച്ച് കാണണം. എങ്ങനെ പെരുപ്പിച്ച് കാട്ടും? അല്ല, 1 കോടിയായിട്ട് പെരുപ്പിച്ച് കാട്ടും. എങ്ങനെ പെരുപ്പിച്ച് കാട്ടും? ബാക്കി 90 ലക്ഷത്തിൻ്റെ മുക്കുകൊണ്ടം അവിടെ ബ്രാഞ്ചുകളിൽ കയറ്റും. അപ്പോൾ ആ 90 ലക്ഷത്തിൻ്റെ മുക്കുകൊണ്ടം കയറ്റി 10 ലക്ഷത്തിൻ്റെ ഒറിജിനൽ ഗോൾഡും ഉണ്ട് അവിടെ. അപ്പോൾ 1 കോടി രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് ആയി. ഈ 1 കോടി രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ 90 ലക്ഷം രൂപ നമുക്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് വായ്പ യാതൊരു ഈടുമില്ലാതെ കിട്ടും. അതാണ് ഇവിടുത്തെ നടക്കുന്ന വലിയ തട്ടിപ്പ്. നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് ഏതാണ്ട് 2007 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ 20,000 കോടി രൂപയാണ് ഇത്തരത്തിൽ പല ബാങ്കുകളിൽ നിന്നായിട്ട് കൊശമറ്റം ഫിനാൻസ് മാത്രം എടുത്തിരിക്കുന്നത്. കൊശമറ്റം ഫിനാൻസ് മാത്രം? ആ ഒരൊറ്റ കമ്പനിയാണ് ഞാൻ പറയുന്നത്. ഈ ബാങ്കിന്റെ പേരെടുത്ത് പറയാനായിട്ട് ഇത്രയും ധൈര്യം കാണിക്കുന്നത് പ്രൂഫ് അദ്ദേഹം നമ്മളോട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. സംഭവം ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ള കാര്യം. മാത്യു കെ ചെറിയൻ അതിൻ്റെ ഉടമസ്ഥൻ തന്നെ നമ്മളോട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ എല്ലാവരും കാണിക്കുന്നു, പിന്നെ ഞാൻ മാത്രം എന്തും കാണിക്കാതിരിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി അത് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതെല്ലാ സ്ഥാപനങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പണം നമ്മൾ ബാങ്കുകളിൽ ഇട്ടിരിക്കുന്ന 1000 ആയിക്കോട്ടെ 10,000 ആയിക്കോട്ടെ സാധാരണക്കാരൻ്റെ പണം എടുത്തിട്ടാണ് യാതൊരു ഈടുമില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്ക് നമ്മളിപ്പോൾ 1 കോടി രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് 90 ലക്ഷം രൂപ ലോൺ കൊടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഇവർ ചെയ്യുന്ന മറ്റൊരു തട്ടിപ്പ് കൂടിയുണ്ട്. നമ്മുടെ എല്ലാം പേരിൽ ഇപ്പോൾ 1 ലക്ഷത്തിൽ താഴെ നേരത്തെ സ്വർണം വെക്കാമായിരുന്നു, ക്യാഷായിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അത് 20,000 ആയിട്ട് ലിമിറ്റ് ചെയ്തു. നേരത്തെ 1 ലക്ഷം രൂപ വരെ ക്യാഷായിട്ട് കൊടുക്കാമായിരുന്ന സാഹചര്യത്തിൽ 100 പേരുടെ പേരിൽ 1 ലക്ഷം രൂപയുടെ ഗോൾഡ് പണയം വെച്ചതായിട്ട് കാണിച്ച് 1 കോടി രൂപ കള്ളപ്പണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ കള്ളപ്പണമാക്കി മാറ്റുന്ന പണം ഈ NBFCയുടെ പുറത്തേക്ക് എത്തുകയാണ്. 1 കോടി രൂപ പുറത്തേക്ക് കൊടുത്തതിൻ്റെ കണക്ക് അവിടെയുണ്ട്. അതായത് താങ്കൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു 99,999 രൂപ തന്നു, എനിക്ക് തന്നു. അങ്ങനെ 100 പേരുടെ ആധാർ കാർഡും പാൻ കാർഡും ലക്ഷക്കണക്കിന് പേരുടെ അവരിൽ ഇരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ഈ പണം 1 കോടി രൂപ, അങ്ങനെ കോടിക്കണക്കിന് രൂപ ഓരോ ദിവസവും NBFCകളിൽ നിന്ന് പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോകുന്ന പണം മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാം. അതൊരു റിസ്ക്. വേണമെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിയാം. NBFCകൾക്കൊന്നും ചെയ്യാൻ പാടില്ലാത്ത പല ബിസിനസ്സുകളിലേക്ക് അവർ തിരിയും. അങ്ങനെയാണ് മറ്റ് മേഖലകളിലേക്ക് ഇവർ കടന്നു നിൽക്കുന്നത്. NBFCകളുള്ളവർ നോക്കിയാൽ അല്ലെ അവർക്ക് ബാർ കാണും, അല്ലെ മറ്റ് ഹോട്ടൽസ്, അല്ലെ അതുപോലുള്ള മറ്റ് ബിസിനസ്സുകൾ പോകും. ഈ പണമെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇവർക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള പണമെല്ലാം ഈ നിക്ഷേപകൻ്റെ പണം ഇതുപോലെ കള്ളപ്പണമായിട്ടൊക്കെ പുറത്തെത്തിച്ചിട്ടാണ് ഈ പറഞ്ഞ മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിയുന്നത്. അപ്പോൾ ശരിക്കും ഗോൾഡ് ലോൺ വെക്കാനായിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ ബിസിനസ് ലോൺ അല്ലെ അവരെന്താണോ അവരുടെ ലൈസൻസിലുള്ളത് ആ കാര്യം മാത്രം ചെയ്യാനുള്ളൂ. അവർ മറ്റ് പലവിധ ബിസിനസ്സുകൾ ഈ പണം എടുത്ത് ചെയ്യാൻ പാടില്ല. ഇത് നിക്ഷേപകൻ്റെ പണമാണ്, ഇവിടുത്തെ സാധാരണക്കാരുടെ പണമാണ്. അതോടൊപ്പം ഇത് കാണിച്ചിട്ട് ഈ സ്വർണ്ണപ്പണയവും ഇതുപോലുള്ള മുക്കുകൊണ്ടത്തിൻ്റെ ഇതെല്ലാം പെരുപ്പിച്ച് കാണിച്ച് മറ്റ് ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടമെടുക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടായിരിക്കും. മിക്ക കമ്പനികളും അടയ്ക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഏതെങ്കിലും കമ്പനികൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ ഈ ലോണടവൊക്കെ ആയിരിക്കും ആദ്യം മുടങ്ങുക ബാങ്കുകളുടെ. അങ്ങനെ മുടങ്ങുമ്പോൾ ആ ബാങ്കുകൾ പ്രതിസന്ധിയാവും. ഇപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെ ഏതാണ്ട് 1200 കോടി രൂപ ഈ കൊശമറ്റം എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കയറി സൈറ്റിൽ കയറി MCയുടെ സൈറ്റിലോ അല്ലെങ്കിൽ സൗബ കോർപ്പ് പോലുള്ള കമ്പനികളുടെ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ അറിയാം, ഈ പറയുന്ന ലോണുകൾക്കൊന്നും അസറ്റ്സ് അണ്ടർ ചാർജ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അസറ്റും ഇല്ലാതെ ഇല്ല. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1200 ഈ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഒത്തിരി ബാങ്കുകളുണ്ട്. ഇത് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും.
അതുപോലെ കോടി 500, 600, 1000 കോടി, 1200 കോടി അങ്ങനെ കിടക്കുകയാണ്. ഇതേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നല്ലേ 9,000 കോടി എടുത്തുകൊണ്ട് വിജയ് മല്യ പോയത്? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം എല്ലാ ബാങ്കിലും പെടും എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ പണം ഇത്തരത്തിൽ ചുമ്മാ ഒരു കൈവിട്ട കളി അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടാകാം, അതിനകത്ത് കൈക്കൂലി ഉണ്ടാകാം, ബാങ്കുകാർക്ക് ചിലപ്പം പണം കൊടുക്കുന്നുണ്ടാകാം ഇത്തരം ലോൺ പാസ്സാക്കി ബാങ്കുകാർക്ക്. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു അഴിമതിയാണ്. സ്ഥാപനം വളരും, ഈ പറഞ്ഞ ബാങ്കിൽ പൊതുമേഖലാ ആയിക്കോട്ടെ, ഷെഡ്യൂൾ ആയിക്കോട്ടെ, അവർക്ക് ലോൺ കൊടുക്കുന്ന മാനേജർമാരും എല്ലാം ഇതിനകത്തൊരു പ്രോഫിറ്റ് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അനധികൃതമായിട്ടൊരു പരിപാടി ഇവിടെ നടത്താൻ സാധിക്കില്ല. ശരി, അതുകൊണ്ടായിരിക്കും ഈ ഗോൾഡ് ഒരു പ്ലഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് പ്രൈവറ്റ് ബാങ്കിൽ ഇങ്ങനെ നല്ല പലിശ നിരക്ക് കൂട്ടിയും പറഞ്ഞൊക്കെ. പ്രൈവറ്റ് ബാങ്കുകളിൽ പലിശ വളരെ കൂടുതലാണ്. പക്ഷേ ഈ കാര്യം പെട്ടെന്ന് നടക്കും, ഓടിച്ചെന്നാൽ പെട്ടെന്ന് അവരുടെ സർവീസ് ബെറ്റർ ആയതുകൊണ്ടാണ് പ്രൈവറ്റ് മേഖലകളിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അവർ മുക്കുകൊണ്ടം വെച്ച് അവരവരുടെ കാര്യം, നമുക്ക് നഷ്ടമല്ല, നമുക്ക് നല്ല പലിശ കിട്ടും. നമുക്ക് ഈ പൈസ രാജ്യത്തിന്റെ ഒരു ദ്രോഹമായിട്ടാണ് പല തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കപ്പെടാം എന്നാ ഞാൻ പറയുന്നത്. ഉപയോഗിക്കപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം. എന്തായാലും കോടിക്കണക്കിന് രൂപ കള്ളപ്പണമാക്കി മാറ്റാനുള്ളൊരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ ഈ ഗോൾഡ് ലോണിന് വയ്ക്കുമ്പോൾ ഈ അഗ്രികൾച്ചർ ലോൺ എന്നൊരു സെക്ഷൻ ഉണ്ട്. ശരിക്കും വാങ്ങുന്നവർക്ക് അഗ്രികൾച്ചർ ലോൺ ആണോ അവർ വാങ്ങുന്നത്? ശരിക്കും അഗ്രികൾച്ചർ ലോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ലോണിനും ഓരോ പേരുണ്ട്. ഓരോ ലോൺ എല്ലാ ബാങ്കുകൾക്കും 100 കണക്കിന് ലോൺ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ലോണിനും ഓരോ പേരിടുന്നു, അതിനൊരു ക്രൈറ്റീരിയ കാണും. ക്രൈറ്റീരിയക്കകത്ത് പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ത് തരത്തിലുള്ള പർപ്പസിനാണ് ഈ ലോൺ ഉപയോഗിക്കുക എന്നുള്ളൊരു പർപ്പസാണ് അത് ഒരു ക്രൈറ്റീരിയ. പിന്നെ അവരുടെ ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെ വരെ വേണം, അതായത് ഇപ്പോൾ എത്ര വർഷത്തെ ബാലൻസ് ഷീറ്റ് വേണം, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻ ക്രൈറ്റീരിയയും കാണും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ക്രൈറ്റീരിയ ഉള്ള ലോണിന് ഓരോ പേരിട്ട് അതിനെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ഓരോ പ്രോഡക്റ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ അഗ്രി ലോൺ എടുത്തവർ ആരും തന്നെ ഈ പറഞ്ഞ കൃഷി ആവശ്യങ്ങൾക്കല്ല കൂടുതൽ ആളുകളും ഇത് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനകത്ത് ശരിക്കും ഈ ബാങ്കുകാർക്കും അറിയാമല്ലോ, ഇവർ അതിനെല്ലാം ഉപയോഗിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇവരിത് വാങ്ങി മറ്റ് സ്ഥലങ്ങളിൽ കൂടുതൽ നിരക്കിൽ FD ഇടുക, ഇങ്ങനെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ അറിഞ്ഞു വെച്ചോണ്ട് ഈ ബാങ്കുകാർ എന്തിനാണ് ഈ സംഭവം? ബാങ്ക് അതുകൊണ്ട് ബാങ്കുകൾക്ക് ഈ ഗോൾഡ് അവർ വേറെ ഉപയോഗിക്കുന്ന പ്രഷറുണ്ട്. ഗോൾഡ് അല്ല, ബാങ്കുകൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ലോൺ കൊടുക്കാനായിട്ട്. ഡിപ്പോസിറ്റ് കൂടുകയും ലോൺ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കി. ഒരു ബാങ്കിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ലോണാണ്. നമ്മൾ സാധാരണ അസറ്റ് എന്ന് പറയുന്നത് നിക്ഷേപമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നിക്ഷേപമല്ല, ഒരു ബാങ്കിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോണാണ്. ആ ലോണിൽ നിന്നാണ് അവർക്ക് വരുമാനം വരുന്നത്, റവന്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റവന്യൂ കൂട്ടാൻ വേണ്ടി ലോണുകൾ കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ടൊക്കെ ചില ഡീവിയേഷൻസ് ഒക്കെ എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് അവരുടെ ഒരു സമ്മർദ്ദം ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എല്ലാ ബാങ്കുകളും പണ്ടത്തെ പോലല്ല. പണ്ടൊക്കെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയി വൈകിട്ട് 5 മണിക്ക് വരുന്നു. ഒരു ബാങ്ക് മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോകുന്നതും കാണാം, വൈകിട്ട് 5:30 ആകുമ്പോൾ തിരിച്ച് വരുന്നതും കാണാം. ഇന്ന് രാവിലെ ബാങ്ക് മാനേജർ പോകുന്നത് ചിലപ്പോൾ കാണാം, 8 മണിക്ക് മുമ്പ് നോക്കാം, രാത്രി വരുന്നത് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി സാഹചര്യങ്ങൾ, അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെല്ലാം മാറി. ഇന്ന് നമ്മുടെ ബാങ്കിങ് മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ പോലൊരു അട്രാക്ഷൻ ഇല്ല. ഭയങ്കര പ്രഷർ, ഏതാണ്ട് ഗുണ്ടകളെ പോലെ മാനേജർമാരും തൊഴിലാളികളും പെരുമാറേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നിൽക്കുന്നത്. സേവിങ്സ് FD നമ്മൾ ലോൺ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനായിട്ടൊക്കെ ബാങ്ക് മാനേജർ ഗുണ്ടകളെ പോലെ വീടുകളിൽ എത്തുന്നതൊക്കെ നമ്മൾ പത്രത്തിൽ കേട്ടിട്ടില്ലേ? വാർത്തകളിലെല്ലാം മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ലോണിന് വേണ്ടി ഒരു ബാങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് സമീപിക്കുമ്പോൾ അവർ കുറേ ഡിമാൻഡ്സ് വയ്ക്കണം, കുറേ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ തരുന്ന എമൗണ്ടിന്റെ എത്രയോ മടങ്ങ് അധികം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മുടെ അസറ്റുകൾ കൊടുത്താലാണ് അവർ നമുക്ക് ലോൺ തരുന്നത്. ഇത്രയും ക്രൈറ്റീരിയ നിലനിൽക്കും. എന്തുകൊണ്ട് അല്ലെ എങ്ങനെ വിജയ് മല്യ പോലെ അത് 9,000 കോടി എടുത്ത് നാട് വിട്ടു? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കോർപ്പറേറ്റുകൾക്ക് ഇപ്പം ഞാനിപ്പോൾ കൊശമറ്റത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. അവർക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ആ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ലോൺ അവർ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് ബാങ്കുകൾ ലോൺ കൊടുത്തിരിക്കുന്നത്. അതെ, എന്ന് പറയുന്നത് പോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് ഒരു റേറ്റിംഗ് ഉണ്ട്. കോർപ്പറേറ്റുകൾക്ക് ഏത് സ്ഥാപനത്തിനായാലും ഇപ്പോൾ ക്രിസിൽ റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, എന്ന് പറയുന്ന പോലെ AAA റേറ്റിംഗ്, BBB റേറ്റിംഗ്, അങ്ങനെ ഒരു വിവിധ റേറ്റിംഗുകളുണ്ട്. ഈ റേറ്റിംഗ് എത്രത്തോളം ഉയർത്താവോ അത്രത്തോളം ഉയർന്ന സ്ഥാപനങ്ങൾക്ക് കൊളാട്രൽ ഇല്ലാതെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നു. കൊളാട്രൽ വേണ്ട. അപ്പോൾ അങ്ങനെ റേറ്റിംഗ് ഉയർത്തുന്നതിൽ, പക്ഷേ ഈ റേറ്റിംഗ് ഉയർത്തുന്നതിനകത്തൊരു തട്ടിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഏജൻസികൾ ഏതെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ അവർ ആ റേറ്റിങ്ങിനുള്ള എങ്ങനെ ചെയ്യാൻ പറ്റും, റേറ്റിംഗ് എത്രത്തോളം ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ വ്യാജമായിട്ടൊരു റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടാണ് ഈ പറഞ്ഞ ലോണുകൾ എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിജയ് മല്യയെ പോലെ ആൾക്കാർക്ക് നാട് വിടാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ, ഇപ്പോൾ SBI ആയിക്കോട്ടെ അല്ലെങ്കിൽ HDFC, ഏത് ബാങ്കിലും ഒരു മാനേജർ, മെയിൻ മാനേജർ അല്ലെങ്കിൽ സോണൽ മാനേജർ വിചാരിച്ചു കഴിഞ്ഞാൽ
ഒരു സാധാരണക്കാരന് എത്ര ലക്ഷം വേണമെങ്കിലും എത്ര കോടി വേണമെങ്കിലും ലോൺ കൊടുക്കാൻ പറ്റുമല്ലോ. ഒരു സാധാരണക്കാരന് വേണ്ടി അവരത് അത്ര റിസ്ക് എടുക്കത്തില്ല. അല്ല, ഇപ്പോൾ അയാളുടെ ഒരു റിലേറ്റീവ് ആയിക്കോട്ടെ, അയാൾക്ക് പറഞ്ഞുള്ള ഒരു 1-2 കോടി രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുക്കുന്നു വയ്ക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള ഡോക്യുമെന്റ്സ് ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഇവരെല്ലാവരുടെ ഒരു കൈയോടുകൂടി ഫ്രോഡ് കാണിച്ച് ചെയ്യാം. ചിലപ്പോൾ അയാൾക്ക് ജോലി പോകും. എന്നാൽ നഷ്ടമല്ല, 10 കോടി രൂപ സമൂഹം കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് ശിക്ഷ കിട്ടുന്നത്? പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. മിക്കവാറും റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ശിക്ഷയൊന്നും ബാങ്കുകാർക്ക് ഈ പറഞ്ഞ മേഖലയിൽ ആരെങ്കിലും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ മീഡിയ പ്രവർത്തകർ അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു മാനേജറായിട്ടിരിക്കുന്നു ആരും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വീഡിയോകോണിന് ലോൺ കൊടുത്തതിനകത്ത് ഒരു ചെറിയ കേസ് വന്നതായിട്ട് ഉണ്ട്. പക്ഷെ അത് അവർ ഈ പറഞ്ഞ പോലെ ജയിലിനകത്തൊന്നും അല്ലല്ലോ, ഇപ്പോഴും പുറത്ത് ഫ്രീ ആയിട്ട് നടക്കുമല്ലേ. അവർ ബാങ്കിലെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാണിക്കും. ബാങ്കിന്റെ ചെയർമാനാ. ജോലി പോയാലും കുഴപ്പമില്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു രീതിയിലൊരു ഇതുണ്ടല്ലോ, നമ്മളെ പ്രാക്ടീസ് ഉണ്ടല്ലോ. സ്റ്റോക്ക് ഒക്കെ എടുക്കുക, അതിനെ റീസെയിൽ കാണിക്കുക, മാർക്കറ്റ് കൂടുമ്പോൾ വീണ്ടും വിൽക്കുക, അത്തരത്തെ പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ടോ? അത്തരത്തിൽ പരിപാടികൾ കുറെ ബാങ്കുകൾക്ക് കടം കൊടുക്കുക. ഹർഷത് മേത്ത സ്കാമിന് ശേഷം സെബി കുറേയൊക്കെ നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സെബി കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ അത്ര പൂർണ്ണമായിട്ട് 100% ഫലപ്രദമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറേയൊക്കെ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ തീരെ താഴ്ന്ന വിലയിൽ കിടക്കുകയാണ്. അതിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്ററെ നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഷെയർ വാല്യൂ ഉയർത്താനൊക്കെ ഉയർത്താൻ പറ്റും. അങ്ങനെ ആ ഷെയർ വാല്യൂ ഉയർന്നതിന് ശേഷം 10 കിടക്കുന്ന ഷെയർ 50 എത്തുമ്പം അവർ ഇൻവെസ്റ്റ്മെന്റ് വലിച്ചുകൊണ്ട് അവർക്ക് പോകാനും പറ്റും. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പടിപടിയായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ട് ശരിയാണ്. ഒറ്റയടിക്ക് വന്നിട്ട് വലിയ ഒരു സംശയത്തിന് ഇട കൊടുക്കത്തക്ക രീതിയിലൊരു ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ മാത്രമേ ഇതെല്ലാം അധികാരികൾ കണ്ണിപ്പെടുള്ളൂ. അതല്ല തിരിച്ചൊരു ലോങ് റണ്ണിലേക്ക് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒക്കെ പ്ലാൻ ചെയ്താൽ ഈ പറഞ്ഞ ഇതൊന്നും പിടിക്കാൻ പറ്റില്ല. ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞ ചേട്ടനോട് ചോദിക്കാൻ, ഇപ്പം നമ്മുടെ കള്ളപ്പണം നോട്ട് നിരോധനത്തിന് ശേഷം കള്ളപ്പണത്തിൻ്റെ അളവ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്? കള്ളപ്പണത്തിൻ്റെ അളവ് ആ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കള്ളപ്പണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, ഈ പറഞ്ഞ NBFCകളിൽ നിന്നെല്ലാം കള്ളപ്പണം ഉണ്ടാക്കാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ കള്ളപ്പണത്തെ കൊണ്ട് മാത്രം ചെയ്യാവുന്ന ചില ബിസിനസ്സുകളുണ്ട്. ചില ബിസിനസ്സുകൾ കള്ളപ്പണം മാത്രമേ പറ്റത്തുള്ളൂ. ചില ഡീലുകൾക്ക് കള്ളപ്പണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൈക്കൂലി കൊടുക്കുന്ന പണം ഒരിക്കലും അക്കൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുക്കുന്ന ഒരിക്കലും അക്കൗണ്ടിൽ കൊടുക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് കള്ളപ്പണം ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കള്ളപ്പണം ഉണ്ടാക്കുന്ന ഒരു പ്രവണത ചെയ്യുന്നുണ്ട്. അപ്പം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് ആക്കുക അല്ലേ. ഇപ്പം നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. വൈറ്റ് കൊടുത്തിട്ട് ബ്ലാക്ക് മേടിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഈ ഒരു ഏത് രാജ്യത്തും നടക്കുന്നൊരു കാര്യമാണ്. അത് ഇന്ത്യയിൽ വളരെ കാര്യമായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. നോട്ട് നിരോധനത്തിൻ്റെ ഒരു ഫലങ്ങൾ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ റിഫ്ലക്റ്റ് ചെയ്തൊരു മേഖല എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നു തരിപ്പണമായി എന്ന് നമ്മൾ പറയുമ്പോഴും സാധാരണക്കാരന് വീട് വെക്കാനായിട്ടൊക്കെ കുറച്ച് സ്ഥലവിലയൊക്കെ കുറഞ്ഞ് കിട്ടണം. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഈ കള്ളപ്പണം വൈറ്റാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. കാരണം പല സുഹൃത്തുക്കൾ നമ്മളെ സമീപിച്ച പല സുഹൃത്തുക്കൾ പറയുന്നത്, ഞങ്ങളൊരു 3-4 കോടി നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് ലാഭവും വേണ്ട ഒന്നും വേണ്ട, ഇത് നേരെ കണക്ക് കാണിച്ച് സിനിമ ഇറക്കി തന്നാൽ മതി, സിനിമ പൊട്ടിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത് വൈറ്റാക്കി കാണിക്കണം. അതെന്താ പരിപാടി? വർഷത്തിൽ ഏതാണ്ട് 250ഓളം സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. ശരിയല്ല? അതെ. ഇതിനകത്ത് പല സിനിമകളും തിയേറ്ററിൽ വരുന്നത് പോലും നമ്മൾ കാണുന്നില്ല. പൂജ നടത്തുന്നു, ഷൂട്ട് ചെയ്യുന്നു, ചിലപ്പോൾ പെട്ടിയിലിരിക്കും, ചിലപ്പോൾ OTTയിൽ വരാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണാം. ഞാനിപ്പോൾ ഈ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ചില സിനിമകളൊക്കെ നോക്കും, നമ്മളും പേര് പോലും കേട്ടിട്ടില്ല സിനിമകൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ ഒരു ലക്ഷ്യമുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ള സംഭവമുണ്ട്. ഈ പറഞ്ഞ പല പരിപാടികളും ഈ പറഞ്ഞ രീതിയിൽ നടക്കുന്നുണ്ട്. ശരിക്കും അവർക്ക് റിട്ടേൺ കിട്ടില്ല. ഇപ്പം 4 കോടി ഇറക്കി കള്ളപ്പണം 4 കോടി സിനിമയിൽ ഇറക്കി, ഈ 4 കോടി അവർക്ക് തിരിച്ച് കിട്ടണം, എന്നാലും അത് വൈറ്റ് ആക്കി കാണിക്കാൻ പറ്റും. ഇതിനെല്ലാം ഓരോരോ റൂട്ടുകളുണ്ട്. അതായത് ഇപ്പം നമുക്ക് സിനിമ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഈ പറഞ്ഞ മീൻ കച്ചവടം ചെയ്താലും കള്ളപ്പണം, പച്ചക്കറി കച്ചവടം ചെയ്താൽ കള്ളപ്പണം വെളുപ്പിക്കാം, ആക്രി കച്ചവടം ചെയ്താൽ വെളുപ്പിക്കാം. അതിലൊക്കെ തിരിച്ച് കിട്ടുമെന്നെങ്കിലും പറയാം. സിനിമയിൽ ഇറക്കിയാൽ കിട്ടത്തില്ല. അതാ പറഞ്ഞത്, അവർക്ക് ആ റൂട്ടില്ല. അവർക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ അവർ സിനിമയാണ്, അവർ ആ സിനിമയുടെ പുറകെ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി പ്രശസ്തിയൊക്കെ കിട്ടുമായിരിക്കും, പ്രൊഡ്യൂസറാണ് എന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ടായിരിക്കും ആ മേഖലയിൽ പോകുന്നത്. ഓക്കെ. ഇനി നമ്മൾ FDയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഡിബഞ്ചറിലൂടെയൊക്കെ അത് മാറുന്നതായിട്ട് ഡിബഞ്ചറിൻ്റെ രീതിയിൽ ബോണ്ടായിട്ടൊക്കെ നമ്മൾ FD ഇടുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? സത്യത്തിൽ ഈ ഇവിടുത്തെ NBFC കമ്പനികളെല്ലാം ഡിബഞ്ചറുകൾ ഇറക്കുന്നുണ്ട്. അവർ FD എന്നും പറഞ്ഞാണ് ഇത് പറയുന്നത്. ശരിക്കും അവർക്ക് ഒരിക്കലും FD എന്ന് പറയുന്നൊരു ഇത് NBFC കമ്പനികൾക്കില്ല, അത് ബാങ്കുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ ഡിബഞ്ചറുകൾ ഇറക്കി ഇവർ ഈ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുകയാണ്, നിക്ഷേപം സ്വീകരിക്കുന്ന ആ ഒരു മാർഗത്തിലാണ്. അപ്പോൾ അതിനൊരു നിശ്ചിത ശതമാനം പലിശ പറഞ്ഞിട്ടുണ്ടാവും.
ആ പലിശ കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 5-5.5 വർഷം കൊണ്ടൊക്കെ ഇരട്ടിക്കുന്ന തരത്തിലാണ് മിക്ക NBFCകളും അവരുടെ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഡിബഞ്ചറുകളിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ പലിശയിലുള്ള വർധന കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ പലിശ കിട്ടും എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ പറഞ്ഞ NBFCകളിലേക്ക് കൊണ്ട് ബാങ്കുകളിൽ കിടക്കുന്നത്. അതേപോലെ ഒരു പൊതുമേഖലയിൽ കിടക്കുന്ന പണം കൊണ്ട് NBFCയിൽ ഇടണമെങ്കിൽ ഈ പലിശയാണ് അതിനകത്തെ ആകർഷകത്വം എന്ന് പറഞ്ഞാൽ. എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ ഒരു 3 കോടി രൂപയുടെ ഒരു വൃദ്ധയുണ്ട്. ആ വൃദ്ധയുടെ മക്കൾ അറിഞ്ഞത് ഈ പറഞ്ഞ ബാങ്കിന്റെ, അതായത് ഒരു NBFCയുടെ എക്സിക്യൂട്ടീവ് വീട്ടിൽ വന്ന ഒരു ഇത് അവർ ക്യാമറയിൽ കൂടെ വിദേശത്ത് നിന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ 3 കോടി രൂപ ഈ വൃദ്ധയിൽ നിന്ന് അവർ NBFC കമ്പനിയിലേക്ക് മാറ്റി. ബാങ്കിൽ ഡിബഞ്ചറായിട്ട് ആയിരിക്കണമല്ലോ അങ്ങനെ. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്ന് പർപ്പസ്ഫുള്ളി ഫണ്ട് കണ്ട അല്ലെങ്കിൽ സാധ്യതയുള്ള ആളുകളെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം കൃത്യമായിട്ട് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഏത് മേഖല ഏത് തരത്തിലുള്ള ആളുകളെ സമീപിച്ചാൽ നിക്ഷേപം കിട്ടുമെന്ന് അവർക്കറിയാം. അവർ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് അവരത് എടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ FD ആണെങ്കിൽ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. നോർമൽ ഡിബഞ്ചർ ബോണ്ടിലേക്ക് ആകുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകും. പക്ഷെ അത് സുരക്ഷിതമല്ല, അത്ര സുരക്ഷിതമല്ലെന്നല്ല. ഏത് നിമിഷവും വേണമെങ്കിൽ ഇതെല്ലാം ഒരു ഈ നീർക്കുമള എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഊതി വീർപ്പിച്ചൊരു ബലൂൺ എവിടെയെങ്കിലും ഒരു കൊത്ത് കിട്ടിയാൽ അത് മൊത്തത്തിലൊന്ന് തകർത്തരിപ്പണമാവും. അതാണ് അവസ്ഥ. ഇതെല്ലാം RBIയുടെ അണ്ടറിലല്ലേ ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഇതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും വന്നിട്ട് എല്ലാ ദിവസവും NBFCയിൽ എന്ത് നടക്കുന്നു എന്നുള്ള മോണിറ്റൈസ് ചെയ്യുന്നില്ല. ഇപ്പം ബാങ്കുകൾ ലോൺ കൊടുത്തിരിക്കുന്നു. ബാങ്കുകൾ ലോൺ കൊടുത്തിരിക്കുമ്പം ഈ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ലോൺ ഗോൾഡിന് അഗേൻസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോണിന് പോലും ഈ പറഞ്ഞ ഗോൾഡ് പരിശോധിക്കണം. ഓഡിറ്റിംഗ്, മന്ത്ലി ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ ട്രൈ മന്ത്ലി ഓഡിറ്റിങ്ങോ ഒക്കെ കാണും. ഈ പറഞ്ഞ ഓഡിറ്റിങ്ങിലൊന്നും തന്നെ മിക്കവാറും ഈ NBFCകൾ ഈ ഗോൾഡ് തുറന്ന് പരിശോധിക്കാനായിട്ടുള്ളൊരു ഇത് കൊടുക്കത്തില്ല ഓഡിറ്റേഴ്സിന്. കാരണം വെച്ചാൽ അത് കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് നമ്മൾ പാക്ക് ചെയ്ത സാധനം, അത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് മുക്കുകൊണ്ടായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, കൊശമറ്റം എന്ന് പറഞ്ഞ കമ്പനിയിൽ മാത്രം 55 ബ്രാഞ്ചുകളിലെ തട്ടിപ്പ് നമ്മൾ നോക്കിയപ്പോൾ 750 പേജ് ഉണ്ടായിരുന്നു. ഈ ഡബിൾ സൈഡ് എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേരിൽ അവർ ഈ പറഞ്ഞ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതെല്ലാവരും കാണിക്കുന്നൊരു തട്ടിപ്പ്, ഇതിവിടെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട NBFCകളെല്ലാം തകർന്നേനെ. ഈ പറഞ്ഞ ആക്ഷൻസ് ഒന്നും വരുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ യാതൊരുവിധ ഇതും പാലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിടിക്കാനാണെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക സ്ഥാപനങ്ങൾ മൊത്തം തകരും. അതാണ് ശരിക്കും അവസ്ഥ. ഗവൺമെന്റ് ഇതിന്റെ എന്തെങ്കിലും ഇപ്പൊ ചേട്ടൻ ഇപ്പം സ്ഥാപനത്തിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞു, ഗവൺമെന്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ ധനകാര്യ വകുപ്പിനോ? അതായത് നമ്മുടെ നാട്ടിൽ ഒരു കോർപ്പറേറ്റ് ഉണ്ടെങ്കിൽ ആ കോർപ്പറേറ്റ് അത്യാവശ്യം രാഷ്ട്രീയ മാധ്യമ ബന്ധങ്ങളുള്ളവരായിരിക്കും. രാഷ്ട്രീയ മാധ്യമ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം സാമ്പത്തികത്തിന്റെ പേരിൽ തന്നെയായിരിക്കും. ഇപ്പോൾ മാധ്യമ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് പരസ്യം തരുന്നു. കോടിക്കണക്കിന് രൂപയാണ് മാധ്യമങ്ങൾക്ക് പരസ്യങ്ങളായിട്ട് ഇവർ വരുന്നത്. അത്രയും പരസ്യങ്ങളൊന്നും കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോടിക്കണക്കിന് രൂപ അഡ്വർടൈസിങ് ഏജൻസി വഴി ഈ പറഞ്ഞ ചാനലുകളിലേക്കും പ്രസ് മീഡിയയിലേക്കും എല്ലാം പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇതിനകത്തൊരു കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല. നടത്തിയാൽ അവരുടെ ചാനൽ പൂട്ടിപ്പോകും. കാരണം ഈ ഒരു പരസ്യം ഇപ്പം ബോച്ചെ വിഷയം വന്നു, ബോബി ചെമ്മണ്ണൂർ കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ വഷളായതുകൊണ്ടാണ് അവർക്കൊക്കെ അത്രയും കവർ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരൊക്കെ സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഇപ്പം മുത്തൂറ്റായിക്കോട്ടെ, കൊച്ചമറ്റം ആയിക്കോട്ടെ, ഇവരെല്ലാം കോടിക്കണക്കിന് രൂപയാണ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പരസ്യത്തിൻ്റെ പേര്. അപ്പം ഈ മാധ്യമങ്ങൾ ആരെങ്കിലും പിന്നെ അതിനെതിരെ പ്രതികരിക്കും. അവരുടെ തട്ടിപ്പുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ പറഞ്ഞ പണം കൊടുക്കുന്നത്. അത് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും എല്ലാം അത്തരത്തിൽ പണമൊക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കാത്തത്. ശരി, അങ്ങനെയൊക്കെ തന്നെ ഈ അംബാനിയൊക്കെ പണം ഉണ്ടാക്കി കയറി പോകുന്നല്ലേ ഒരു കോർപ്പറേറ്റ് ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോർപ്പറേറ്റും ഇവിടുത്തെ അധികാരി വർഗവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതിനകത്ത് എല്ലാ കോർപ്പറേറ്റുകളും വിടുകയില്ലായിരിക്കും. അവർക്ക് വേണ്ടപ്പെട്ട കോർപ്പറേറ്റുകളെല്ലാം വളരും, അല്ലാത്തവർ തളരും. ഒരു സംശയം വേണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ കാണുന്ന ചിലപ്പോൾ ടാറ്റ ആയിരിക്കും. ടാറ്റ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ ബജാജ് ഉയർത്തിയായിരുന്നു, പിന്നെ നിശബ്ദമായി. അപ്പോൾ അത്തരത്തിൽ ശബ്ദങ്ങൾ ഉയർത്തിയവർ പിന്നെ വലിയ കാര്യമായിട്ട് വളരാനുള്ള സാധ്യത കുറവാണ്. അദാനി എന്ന് പറയുന്ന കമ്പനി അല്ലെ, അദ്ദേഹം വളർന്നു വന്നത് ഏതാണ്ട് ഒരു 10-15 വർഷത്തെ ഇതാണ് അല്ലേ, 15 വർഷത്തെ ഒരു ചരിത്രമേ അദാനിക്ക് പറയാനുള്ളൂ. അപ്പം അത് വലിയൊരു ഉദാഹരണമാണ്, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒരു ഭരണാധികാരിയും
ഒരു കോർപ്പറേറ്റും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിന്റെ പുറത്ത് മാത്രം വളരുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കോട്ടയം. ഈ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശ ആൾക്കാർ താമസിക്കുക, NRIs കൂടുതലുള്ള ആൾക്കാർ അവിടെ വീടുകളൊക്കെ വാച്ച് പൂട്ടിയിട്ടിരിക്കുക, വാടകയും കൊടുക്കുന്നില്ല, പൂട്ടിയിട്ടിട്ട് അവർ വിദേശത്ത് പോകുന്നുണ്ട്. ഇത് ഈ പ്രവണത എന്താ അവർക്ക് ഉദ്ദേശിച്ചത്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് ആണെന്നായിട്ട് തെറ്റിദ്ധരിച്ചായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു അമേരിക്കൻ മലയാളി അല്ലെങ്കിൽ അദ്ദേഹം നോക്കുമ്പോൾ എനിക്ക് നാട്ടിൽ വലിയ വീട് വേണം, അപ്പോൾ അടുത്ത അമേരിക്കൻ മലയാളി നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവൻ വെച്ച വീടിനേക്കാൾ വലിയ വീട് എനിക്കും വെക്കണം. ഈ ഒരു പ്രവണത ആരും താമസിക്കാനും ഇല്ല, അത്തരം വീടുകളൊന്നും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടി ഒരു 10-30,000 രൂപ മുടക്കി അവരൊരു വീട്ടിലെ കെയർടേക്കറെ വെക്കും. അത് ഈ വീട് അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ ഈ മേഖല എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട, തിരുവല്ല അല്ലെങ്കിൽ ആ മേഖലകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ബാങ്കുകൾക്കെല്ലാം ബ്രാഞ്ചുള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട, കുമ്പനാട് ഏരിയ മേഖല. ആയിരക്കണക്കിന് കോടി രൂപയാണ് അവിടെയൊക്കെ അൺക്ലെയിംഡ് ആയിട്ട് ബാങ്കുകളിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ. ഡെഡ് മണിയായിട്ട് ബാങ്കുകളിൽ കിടക്കുകയാണ്, അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുകയാണ്. ഡോർമെന്റ് അക്കൗണ്ടുകൾ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം കൊണ്ട് കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫിനാൻസ് കൺസൾട്ടിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ വീണ്ടും ചെന്ന് മണ്ടത്തരത്തിൽ ചെയ്യട്ടെ എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവതരിപ്പിക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.